സൂപ്പർ 8-ലെ ആദ്യ മത്സരം അഫ്ഗാനിസ്ഥാനെതിരെയായിരുന്നു. 47 റൺസിൻ്റെ ഒരു അത്യുഗ്ര വിജയമാണ് നമ്മൾ നേടിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ടോസ് കിട്ടി നമ്മൾ ബാറ്റിങ്ങിന് ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ന്യൂയോർക്കിലാണ് മത്സരങ്ങൾ ഭൂരിപക്ഷവും നമുക്കുണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഫുൾ കളികൾ നമുക്ക് ന്യൂയോർക്കിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബാറ്റേഴ്സിന് വേണ്ട വിധം ഫോമിലോട്ട് എത്താനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പം എന്താ പറഞ്ഞാൽ കഴിഞ്ഞ ആ 3 മത്സരങ്ങളിലും അല്ലെങ്കിൽ 4 മത്സരങ്ങളിലും ആയിക്കോട്ടെ പ്ലെയർ ഓഫ് ദി മാച്ചായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതെല്ലാം ബോളേഴ്സാണ്. അപ്പം അത് ഈ മത്സരശേഷം സൂര്യകുമാർ യാദവിനോട് ചോദിച്ച കാര്യമാണ്. സൂര്യകുമാർ യാദവാണ് ഈ കളിയിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ടുള്ളത്. എന്തായാലും നമുക്ക് പൊതുവെ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ബാറ്റേഴ്സ് എല്ലാം മറ്റൊരു കണ്ടീഷനിലോട്ട് വരുമ്പോഴത്തേന് എങ്ങനെ അവർ അത് അഡാപ്റ്റ് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു ഒരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നല്ല മികച്ച രീതിയിൽ തന്നെ നമ്മുടെ ബാറ്റർമാർ അത് അഡാപ്റ്റ് ചെയ്തു. അല്ലെങ്കിൽ എന്താ പറയുന്നത്, വേണ്ട വിധത്തിലുള്ളൊരു ബാറ്റിംഗ് പെർഫോമൻസ് അവിടെ കാഴ്ചവെച്ചു. അത് ആ ഒരു വിശ്വാസം, തൻ്റെ ബാറ്റേഴ്സിലുള്ള വിശ്വാസം തന്നെയാണ് രോഹിത് ശർമ്മയെ കൊണ്ട് തന്നെ ബാറ്റിംഗ് തിരഞ്ഞെടുക്കാനുള്ളൊരു ധൈര്യം ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇതിലോട്ട് വരാം, സ്കോർ കാർഡിലോട്ട് നമുക്കൊന്ന് വന്ന് നോക്കാം. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലി 24 റൺസ് എടുത്തെങ്കിൽ പോലും 24 ബോളിൽ 24 റൺസാണ്. അത് ഒരിക്കലും ശരിക്കും ഒരു കംബാക്ക് ആയിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. രോഹിത് ശർമ്മയാണേലും വിരാട് കോഹ്ലി ആണെങ്കിലും നമ്മളെ നിരാശപ്പെടുത്തി. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ രണ്ടുപേരും രോഹിത് ശർമ്മ ആദ്യം തന്നെ പുറത്ത് പോയപ്പോൾ തന്നെ പവർ പ്ലേയിൽ നമ്മളിങ്ങനെ ഏകദേശം 3 ഓവർ കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്ത് പോകുന്നത്. ഏകദേശം 11-17 റണ്ണ് പോലും ഇല്ല ആ 3 ഓവറിൽ. പവർ പ്ലേ നമുക്ക് നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ നമ്മളൊരു വലിയൊരു സ്കോറിലോട്ട് എത്തത്തില്ല പവർ പ്ലേയിൽ എന്നുള്ളൊരു വിചാരം നമുക്കുണ്ടായിരുന്നു. ആ സമയത്ത് ഋഷഭ് പന്ത് വന്നു. അദ്ദേഹം ആ ഒരു പവർ പ്ലേ നല്ല മികച്ച രീതിയിൽ തന്നെ 11 ബോളിൽ 20 റൺസ് എടുത്തുകൊണ്ട് മികച്ച രീതിയിൽ തന്നെ ഉള്ള സ്റ്റാർട്ട് അദ്ദേഹം കൊടുത്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കൂടാതെ ലാസ്റ്റ് ഓവറിൽ പവർ പ്ലേയിലെ ലാസ്റ്റ് ഓവറിൽ അടിച്ചൊരു 3 4 അടുപ്പിച്ചൊരു 3 4 ആണ് മുഹമ്മദ് നബിയെ ഋഷഭ് പന്ത് അടിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് പവർ പ്ലേയിൽ 47 റൺസ് നമുക്ക് നേടാൻ കഴിഞ്ഞു. രോഹിത് ശർമ്മയുടെ വിക്കറ്റ് പോയെങ്കിൽ പോലും നമുക്കൊരു 47 റൺസ് അത്യാവശ്യം നല്ലൊരു സ്കോറിലോട്ട് നമുക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനുശേഷം ഋഷഭ് പന്ത് വിക്കറ്റിൽ കുടുങ്ങിയതിന് ശേഷം നമ്മളെ സ്കോർ ആര് ചലിപ്പിക്കുമെന്നുള്ളൊരു ഇതിൽ നിൽക്കവെയാണ് നമ്മുടെ സൂര്യകുമാർ യാദവ് ആ ഒരു ഫോമിലോട്ട് തിരിച്ചെത്തുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം 50 റൺസ് എടുത്തിരുന്നു. പക്ഷേ അത്ര എക്കോണമി ആ പിച്ചിൻ്റെ ഒരു ഘടന അനുസരിച്ചിട്ട് വലിയ രീതിയിൽ ശോഭിക്കാനായിട്ട് സൂര്യകുമാർ യാദവിനെ കൊണ്ട് കഴിഞ്ഞില്ല. എന്നാൽ ഇത് കണ്ടീഷനൊക്കെ മാറിയതുകൊണ്ട് തന്നെ സൂര്യകുമാർ യാദവ് ബാക്ക് ടു ഫോമിലോട്ട് എത്തിയിരിക്കുകയാണ്. 50 റൺ തികച്ചുകൊണ്ട്, അതായത് ഇപ്പോൾ ശരിക്കും 53 റൺസ് 28 ബോളിൽ 5 ബൗണ്ടറികളും 3 സിക്സറുകളും 189 സ്ട്രൈക്ക് റേറ്റ് അങ്ങനെ പോയി. അതുപോലെ ശിവൻ ദുബൈയും വന്നിട്ട് അത്യാവശ്യം ഒരു എന്താ പറയുന്നത്, ഒരു അറ്റാക്കിങ് അല്ലെങ്കിൽ അഗ്രസീവ് മൈൻഡ് കാണിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ പുറത്താകാനായിട്ട് കാരണമായി. അതുകൊണ്ട് ഹർദിക് പാണ്ഡ്യ തിരിച്ച് വീണ്ടും ഫോമിലോട്ട് എത്തിയത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പം അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ നമ്മുടെ ഹർദിക് പാണ്ഡ്യയുടെ ആ ഒരു ഫോം അത് തിരിച്ചു കിട്ടി എന്നുള്ളത് തന്നെ. അപ്പോൾ അങ്ങനെ തട്ടിയും മുട്ടിയും പിന്നെ അക്സർ പട്ടേലിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ലാസ്റ്റ് ഓവറിൽ 20ാമത്തെ ഓവറിൽ എന്താ പറയുന്നത്, അദ്ദേഹം ആ ഒരു ലാസ്റ്റ് ഓവർ മാത്രമാണ് നിന്നത്. 6 ബോളിൽ 12 റൺസാണ്. അതായത് നല്ല ക്ലെവർ ബാറ്റിംഗ് തന്നെയാണ് അക്സർ പട്ടേൽ കാഴ്ചവെച്ചത്. കാരണം വേറെ ബാറ്റേഴ്സ് ഇല്ല. അവസാന ഓവർ ആയപ്പോഴത്തേനും അക്സർ പട്ടേൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്നും ഒരു 12 റൺസോട് ആഡ് ചെയ്യാനായിട്ട് കൂട്ടിച്ചേർക്കുവാൻ അക്സർ പട്ടേലിനെ കൊണ്ട് സാധിച്ചു. അതുകൊണ്ട് വളരെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ളൊരു പ്രകടനം തന്നെയാണ് അക്സർ പട്ടേലിൻ്റേത്. പിന്നെ അവരുടെ കൂട്ടത്തിൽ ബോളിങ്ങിൽ നമ്മുടെ ഫറൂഖി 3 വിക്കറ്റുകൾ നേടി നല്ലൊരു മികച്ചൊരു ബോളിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ചു. അതുപോലെ തന്നെ റഷീദ് ഖാൻ ഒരുപാട് മത്സരങ്ങൾക്ക് ശേഷം തിരിച്ച് ഫോമിലോട്ട് എത്തിയ ഒരു കാഴ്ച നമ്മളവിടെ കണ്ടു. തിരിച്ച് അഫ്ഗാനിസ്ഥാൻ്റെ മറുപടി ബാറ്റിങ്ങിലോട്ട് വരുമ്പോൾ അപ്പം ഇവരുടെ എല്ലാവരുടെയും ആ ഒരു മികച്ച ഒരു പോരാട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബാറ്റർമാരുടെ ഒരു മികച്ച ഒരു പെർഫോമൻസിൻ്റെ ബലത്തിൽ നമ്മൾ 181 റൺസാണ് നമ്മൾ 20 ഓവറിൽ നമ്മൾ എടുത്തത്. 8 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു. മറുപടി ബാറ്റിംഗ് ചേസിങ്ങിൽ ഇറങ്ങിയ അഫ്ഗാനിസ്ഥാനെ നമുക്കറിയാം. ഗുർബാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്രിയപ്പെട്ടൊരു താരം തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു താരം തന്നെയാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യ വേൾഡ് കപ്പ് പോലൊരു പ്ലാറ്റ്ഫോമിൽ ഇന്ത്യക്കെതിരെ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവരെ നമ്മുടെ എതിരാളികളായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ നമ്മൾ അദ്ദേഹത്തെ എതിരാളികളായിട്ട് തന്നെയാണ് കണ്ടത്. ആ ഒരു ആദ്യത്തെ ഓവറിൽ നമ്മുടെ ഹർഷദീപ് സിംഗിനെ ഒരു 10-11 റൺസോളം എടുത്തു. അതായത് 6ഉം 4ഉം ഒക്കെ തല്ലി തകർത്തുകൊണ്ട്
ഒരു നല്ലൊരു തുടക്കം നമ്മുടെ ഗുർബാസ് തുടങ്ങി. ഈ അർഷദീപിൻ്റെ ആദ്യത്തെ ഓവറിൽ 5ാമത്തെ ബോളിൽ ഒരു 6 അടിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അഗ്രസീവായിട്ടുള്ളൊരു എന്താ പറയുക ആ ഒരു ആഘോഷം നമ്മൾ കണ്ടു. അതിനകത്ത് തന്നെ അദ്ദേഹമാണ് ആ ടീമിൻ്റെ നട്ടെല്ല്. ഞാൻ നമ്മുടെ ടീമിനെ കരകയറ്റും, നമ്മൾ രക്ഷിക്കും, പവർ പ്ലേ ഞാൻ ഇത്ര ഒരു സ്കോറ്, നല്ലൊരു മികച്ചൊരു സ്കോറ് ഞാൻ സമ്മാനിക്കും എന്നുള്ള അങ്ങനെയുള്ളൊരു അഹങ്കാര മനോഭാവം ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു ആ ഒരു 6 അടിച്ചതിന് ശേഷമുള്ള. കാരണം എതിർ ടീമിൻ്റെ ആൾ പോയി കൈയൊക്കെ ഇടിച്ചിട്ട് ഭയങ്കര അഗ്രസീവായിട്ടുള്ളൊരു ആഘോഷം അവിടെ നടത്തുകയും നമ്മൾ ഇന്ത്യക്കെതിരെ നമ്മൾ ജയിക്കും, ഞാൻ ജയിപ്പിച്ചിരിക്കും എന്നുള്ളൊരു കോൺഫിഡൻസിൽ, ഓവർ കോൺഫിഡൻസിൽ തന്നെ അത് പറയുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്നൊരു ദേഷ്യം ഗുർബാസിനോട് ഉണ്ടായി. നിങ്ങൾക്ക് എത്ര പേർക്ക് ഉണ്ടായി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും 2ാമത്തെ ഓവർ ബുംറയ്ക്കാണ് രോഹിത് ശർമ്മ കൊടുത്തത്. അതിൽ ആദ്യത്തെ ബോൾ തന്നെ നമ്മുടെ വിക്കറ്റ് നേടി, ഗുർബാസിനെ വിക്കറ്റിന് മുന്നിൽ കുടുക്കി. അതിനുശേഷം എത്തിയ ഇബ്രാഹിം സദ്രാൻ വലിയതായിട്ടൊന്നും കളിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഗുൽബാദിൻ വലിയതായിട്ടൊന്നും കളിച്ചിട്ടില്ല, 17 റൺസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒമർ സായി 20 ബോളിൽ 26, ഒരു ചെറുത്തുനിൽപ്പിന് ശ്രമിച്ചവങ്ങൾ നടന്നിട്ടില്ല. നജീബുള്ള സദ്രാൻ ആണെങ്കിലും 17 ബോളിൽ 19 എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. മുഹമ്മദ് നബി 14 റൺസായിട്ട് മടങ്ങി, റഷീദ് ഖാൻ 2 റൺസായിട്ട് മടങ്ങി, നൂർ അഹമ്മദ് 12 റൺസായിട്ട് മടങ്ങി. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇവർക്ക് ബാറ്റിങ്ങിലൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കൃത്യമായിട്ട് തന്നെ ഇന്ത്യ കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ട് ചെയ്തു എന്ന് തന്നെ പറയണം. ഹർഷദീപ് സിംഗ് 4 ഓവറിൽ 36 റൺസിന് 3 വിക്കറ്റുകൾ നേടി. ജസ്പ്രീത് ബുംറയുടെ കാര്യം പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ല. നല്ല 1.75 എക്കോണമി, അതായത് 3 വിക്കറ്റുകൾ നേടി 7 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് അതൊരു ചെറിയ കാര്യമല്ല. മികച്ച രീതിയിലുള്ളൊരു സപ്പോർട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു മികച്ച രീതിയിലുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ജസ്പ്രീത് ബുംറ ടീം ഇന്ത്യക്ക് തരുന്നത്. കുൽദീപ് യാദവ് ഈ മത്സരത്തിൽ ഇറങ്ങി 2 വിക്കറ്റുകൾ നേടി, കുറച്ച് റൺസ് വിട്ടുകൊടുത്തെങ്കിലും 2 വിലപ്പെട്ട 2 വിക്കറ്റുകൾ നേടിയത് തന്നെ പ്രശംസാർഹമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഈ മത്സരത്തിൻ്റെ കാര്യങ്ങളൊക്കെ. എന്തായാലും നമ്മൾ നല്ലൊരു റൺ റേറ്റിൻ്റെ പിൻബലത്തിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ആദ്യത്തെ മത്സരം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്തായാലും അടുത്ത മത്സരത്തിൻ്റെയൊക്കെ നല്ലൊരു റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.